ഇന്ന് ഏപ്രിൽ 4 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയും തോറും ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: രക്ഷാമന്ത്രി ഫ്ലാഗ് ഓഫ് എക്സ്പെഡിഷൻ ടു മൗണ്ട് എവറസ്റ്റ് ആൻഡ് മൗണ്ട് കാഞ്ചൻജംഗ. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് കാഞ്ചൻജംഗ എന്നിവിടങ്ങളിലേക്കുള്ള പര്യവേഷണങ്ങൾ രക്ഷാമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് മൗണ്ട് എവറസ്റ്റും മൗണ്ട് കാഞ്ചൻജംഗയിലേക്കുള്ള എക്സ്പെഡിഷൻ പര്യവേഷണം, അതിനുവേണ്ടി ഇപ്പോഴത്തെ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത കാര്യം. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 3 ന്യൂഡൽഹിയിൽ നിന്ന് എവറസ്റ്റ് കൊടുമുടിയിലേക്കും കാഞ്ചൻജംഗയിലേക്കുമുള്ള 2 പ്രധാന പർവ്വതാരോഹണ പര്യവേഷണങ്ങൾ ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 3, അതായത് ഇന്നലെ, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പ്രധാനമായിട്ടും പറയുമ്പോൾ 2 എക്സ്പെഡിഷനിലേക്ക് വേണ്ടിയുള്ള ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒന്ന് മൗണ്ട് എവറസ്റ്റിലേക്കുള്ള ഒരു ടീമും, ഒപ്പം തന്നെ കാഞ്ചൻജംഗ എന്ന് പറയുന്ന ആ മൗണ്ടനിലേക്കുള്ള ഒരു ടീമിനെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. 2025 ഏപ്രിൽ 3 ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ സൈന്യത്തിൻ്റെ എവറസ്റ്റ് പര്യവേഷണത്തിലേക്കുള്ള 34 പർവ്വതാരോഹരെ ആരാണ് നയിക്കുക? ലഫ്റ്റനന്റ് കേണൽ മനോജ് ജോഷി. ഇന്ത്യൻ ആർമിയിലെ ഒരു റാങ്ക് ആണ് ലഫ്റ്റനന്റ് കേണൽ, അതായത് സെക്കൻഡ് ലഫ്റ്റനന്റ്, ലഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, ലഫ്റ്റനന്റ് കേണൽ എന്നിങ്ങനെ പോകുന്ന ഈ റാങ്കിലെ ലഫ്റ്റനന്റ് കേണൽ ആണ് മനോജ് ജോഷി. ഇദ്ദേഹമാണ് 34 മൗണ്ടനേഴ്സിനെ കൊണ്ടുള്ള ആ ഒരു എക്സ്പെഡിഷൻ, ആ ഒരു എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള ഒരു കൺട്രോൾ ചെയ്യുന്ന ടീം ലീഡർ. ലഫ്റ്റനന്റ് കേണൽ മനോജ് ജോഷി 34 മൗണ്ടനേഴ്സ് ആണ് ഈ ഒരു എക്സ്പെഡിഷന് വേണ്ടി തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏപ്രിൽ 3 ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ സൈന്യത്തിൻ്റെ മൗണ്ട് കാഞ്ചൻജംഗ പര്യവേഷണത്തിലെ 12 പർവ്വതാരോഹരെ ആരാണ് നയിക്കുക? കേണൽ സർഫറാസ് സിംഗ്. അതായത് 2 ടീം, ഒന്ന് എവറസ്റ്റിലേക്കും മറ്റൊന്ന് കാഞ്ചൻജംഗയിലേക്കും. കാഞ്ചൻജംഗയിലേക്ക് പോകുന്ന ആ ടീമിനെ നയിക്കുന്ന ഓഫീസർ ആണ് കേണൽ സർഫറാസ് സിംഗ്. അതായത് ലഫ്റ്റനന്റ് കേണൽ കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ആണ് കേണൽ. ആ കേണൽ എന്ന സ്ഥാനത്താണ് സർഫറാസ് സിംഗ്. അദ്ദേഹമാണ് 12 പേർ അടങ്ങുന്ന ആ ടീമിനെ നയിക്കാൻ പോകുന്ന വ്യക്തി. 2025 മെയ് മാസത്തോടെ എത്ര NCC കേഡറ്റുകൾ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് എത്താൻ ലക്ഷ്യമിടുന്നു? 10 NCC കേഡറ്റ്സ്. 5 ഗേൾസും 5 ബോയ്സ് അടങ്ങുന്ന 10 NCC കേഡറ്റ്സ് ആണ് വരാൻ പോകുന്ന മെയ് 2025 എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ആ ഒരു എക്സ്പെഡിഷനിലേക്കുള്ള ഭാഗമാകുന്നത്. നമുക്കറിയാം, സ്റ്റുഡൻസാണ് അവർ. എന്നാലും അവരുടെ ആ ധൈര്യം, ആ ഒരു ടീം എവറസ്റ്റ് കീഴടക്കുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. NCC സ്ഥിരമായിട്ട് പല പർവ്വതങ്ങളും അത് എക്സ്പെഡിഷൻ നടത്താറുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് 10 NCC കേഡറ്റ്സ് ആണ്. 5 ഗേൾസ് 5 ബോയ്സ് അടങ്ങുന്ന ആ ടീം ആണിപ്പോൾ, NCC കേഡറ്റ്സിൻ്റെ ആ ടീം ആണിപ്പോൾ മെയ് 25 എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കമൽ ഹാസൻ അപ്പോയിന്റഡ് ചെയർപേഴ്സൺ ഓഫ് FICCI മീഡിയ. ഫിക്കി എന്നറിയപ്പെടുന്ന FICCI മീഡിയയുടെ ചെയർപേഴ്സണായി കമൽ ഹാസനെ നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫിക്കി മീഡിയ അല്ലെങ്കിൽ FICCI മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റി സൗത്തിൻ്റെ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? ആക്ടർ കമൽ ഹാസൻ. FICCI എന്നാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് കമൽ ഹാസനെ നിയമിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് FICCI, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിലിംസിന്, റേഡിയോ, ഫിലിം എക്സിബിഷൻ, ഡിജിറ്റൽ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നീ കാര്യങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് FICCI മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റി. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1998 1998 FICCI, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിതമായിട്ടുള്ളത്. 2025 FICCIയുടെ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് കോൺക്ലേവിലെ പ്രധാന പ്രഖ്യാപനം എന്തായിരുന്നു? $100 ബില്യൺ വ്യവസായം ലക്ഷ്യമിടുന്നു. ആ ഒരു മീറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട കീ പോയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ കീ അനൗൺസ്മെൻറ്റ് ആയിരുന്നു FICCIയുടെ, അതായത്
100 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറ്റുക, 100 ബില്യൺ ഇൻഡസ്ട്രി എന്ന ലെവലിലേക്ക് അത് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് FICC കൈയുള്ളത്. അതായത് മീഡിയ ഇൻഡസ്ട്രീനെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്ന ലെവലിലുള്ള വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറ്റുക എന്നതാണ് FICCIയുടെ ലക്ഷ്യം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. 1998 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള FICCI ഇതിൻ്റെ ആസ്ഥാനം ആണ് ന്യൂഡൽഹി. പ്രധാനമായിട്ടും പറയുമ്പോൾ 7 സബ് ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇത് ബ്രോഡ്കാസ്റ്റ്, AVGC XR എന്ന ഒരു കാറ്റഗറിയും, ഫിലിം, റേഡിയോ, ഫിലിം എക്സിബിഷൻ, ഡിജിറ്റൽ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നീ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റിയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, എ മാൻ വാസ് അറസ്റ്റഡ് ഓൺ ഹൈലി റെസ്ട്രിക്റ്റഡ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. വളരെ നിയന്ത്രിതമായ നോർത്ത് സെന്റിനൽ ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മിക്കവാറും പത്രങ്ങളിലെ, പ്രത്യേകിച്ച് BBC വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത കാര്യം. അതായത് പ്രത്യേകിച്ച് ഒരുപക്ഷെ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ വരാൻ സാധ്യതയില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. എന്നാൽ പോലും ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോളജ് കിട്ടിയേക്കാം. ആൻഡമാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐലൻഡ് ആണ് നോർത്ത് സെന്റിനൽ. ഇവിടെ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ഇവിടെ കടക്കാനുള്ള അനുവാദമില്ല. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ ഏത് ദ്വീപിലാണ് വിദേശികളോ ഇന്ത്യക്കാരോ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്? നോർത്ത് സെന്റിനൽ ഐലൻഡ്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഇവിടെ ഫോറിനേഴ്സിനോ ഇന്ത്യൻസിനോ അനുവാദമില്ല ഈ ഒരു ദ്വീപിലേക്ക് കടക്കാൻ വേണ്ടി. നോർത്ത് സെന്റിനൽ ദ്വീപിൽ ഏത് ഗോത്രമാണ് താമസിക്കുന്നത്? സെന്റിനലിസ്റ്റ് ട്രൈബ്. അതായത് ആ ഒരു ട്രൈബൽസിന്, ആ ഒരു ഗോത്രക്കാർ ഇന്നും ഇപ്പോൾ മനുഷ്യരുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കണക്ഷൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആ ഒരു പ്രദേശത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രൈബൽസ് കൂടിയാണ്. കഴിഞ്ഞ വർഷം ഒരു ജേർണലിസ്റ്റ് ഈ ഒരു ദ്വീപിൽ കടക്കാൻ ശ്രമിച്ചു. അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു ഫോറിനർ ആണ് ആ ഒരു ദ്വീപിൽ കടക്കാൻ ശ്രമിച്ചതും BBC അല്ലെങ്കിൽ അതുപോലെ പത്രങ്ങളിൽ തന്നെ വന്നിട്ടുള്ള വലിയൊരു വാർത്തയായിരുന്നു ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത കാര്യം. സെന്റിനൽസ് ഗോത്രത്തെ കാണാൻ ശ്രമിച്ചതിന് അടുത്തിടെ അറസ്റ്റിലായ US പൗരന്റെ പേര് മൈഖേലോ വിക്ടോറോവിച്ച് പോളിയോക്കോവ്. US സിറ്റിസൺ ആണ് അദ്ദേഹം. 24 വയസ്സുള്ള അദ്ദേഹം ട്രൈബൽസിൻ്റെ അടുത്തേക്ക്, പ്രത്യേകിച്ച് ട്രൈബൽസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് തേങ്ങ. അതുപോലെ തന്നെ തേങ്ങ, കൊക്കക്കോള എന്നിവയുമായിട്ട് അടുത്ത അദ്ദേഹത്തിനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് പലപ്പോഴും പല വ്യക്തികളും ഈ ഒരു സ്ഥലത്ത് ഫിലിം എടുക്കാനും അല്ലെങ്കിൽ തന്നെ ആ ട്രൈബൽസുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും വംശനാശന ഭീഷണി നേരിടുന്ന നിയോളിത്തിക് ഗോത്രങ്ങൾ ഏതാണ്? സെന്റിനൽ, ഗ്രേറ്റ് ആൻഡമാനിസ്, ഓങ്കെ, ജറാവ. ഈ 4 ട്രൈബൽസ് അതിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സെന്റിനൽ ഐലൻഡിലെ സെന്റിനലിസ്റ്റ് ട്രൈബ്. മറ്റൊന്ന് ആൻഡമാനിസ്, ഓങ്കെ, ജറാവ എന്നീ ട്രൈബൽസ് ഇപ്പോൾ അതിന് വംശനാശ ഭീഷണി നേരിടുന്ന ട്രൈബൽസ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഇന്ത്യ ബിഗസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇവന്റ്. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നവീകരണ സംരംഭകത്വ സമ്മേളനമായ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 എവിടെയാണ് സംഘടിപ്പിച്ചത്? ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 5 വരെ മഹാകുംഭ് സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലുള്ള 2ാമത്തെ മഹാകുംഭ് സ്റ്റാർട്ടപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലും ഇന്ത്യയിലെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന വ്യക്തികൾ അവരുടെ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 എന്ന രീതിയിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 5 വരെയാണ്. 2025 ഏപ്രിൽ 3 സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ശ്രീ പീയൂഷ് ഗോയൽ. അദ്ദേഹമാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ഏപ്രിൽ 3 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. വരാൻ പോകുന്ന 2047 ഇന്ത്യ 100% ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന രീതിയിലേക്ക് വിഷൻ ചെയ്യുമ്പോൾ അതിനുവേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025. ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് ഹെഡിംഗ് ആണ്,
PLA's Straight Thunder 2025A exercise near Taiwan. തായ്വാൻ അടുത്ത് PLAയുടെ സ്ട്രെയിറ്റ് തണ്ടർ 2025A അഭ്യാസങ്ങൾ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 2 സ്ട്രെയിറ്റ് തണ്ടർ 2025A എന്ന പേരിൽ ഒരു അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ്? ചൈന. ചൈനയുടെ ഒരു എക്സസൈസ് ആണ് സ്ട്രെയിറ്റ് തണ്ടർ 2025A എന്ന് പറയുന്ന ഒരു എക്സസൈസ്. ഇത് ഏപ്രിൽ 2 അതുപോലെ തന്നെ 3 എന്നീ തീയതികളിൽ നടന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണത്. ചൈനീസ് ആർമി, നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് അടങ്ങുന്ന ഒരു വലിയൊരു എക്സസൈസ് ആയിരുന്നു സ്ട്രെയിറ്റ് തണ്ടർ 2025A എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ്. ഏത് സ്ഥലത്തിനടുത്താണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി സ്ട്രെയിറ്റ് തണ്ടർ 2025A സംഘടിപ്പിച്ചത്? തായ്വാൻ സ്ട്രെയിറ്റ്. തായ്വാൻ കടലെടുക്ക്, പ്രത്യേകിച്ച് തായ്വാൻ എന്ന സ്ഥലത്ത് ചൈന ഈയടുത്തായിട്ട് കൂടുതലായിട്ട് അവരുടെ പവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ആ ഒരു തൈവാൻ ഇപ്പോൾ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സ്ട്രെയിറ്റ് തണ്ടർ 2025A എന്ന് പറയുന്ന എക്സസൈസ് ചൈന നടത്തിയിട്ടുള്ളത്. ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി ആണ് ഇത് നടത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.